നമസ്കാരം. ലോക കേരള സഭയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ച് MA യൂസഫലിയും ആസാദ് മൂപ്പനും രവി പിള്ളയും. ഈ മൂന്ന് പ്രമുഖരുടെയും പെട്ടെന്നുള്ള പിന്മാറ്റം പിണറായി വിജയനും സർക്കാരിനും വലിയ രീതിയിൽ തിരിച്ചടിയായിരിക്കുകയാണ്. കുവൈറ്റ് ദുരന്തത്തിൽ നിരവധി മലയാളികൾ മരണപ്പെട്ട സാഹചര്യത്തിലാണ് ലോക കേരള സഭയിൽ നിന്നും തങ്ങൾ മാറി നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് എങ്കിലും ലോക കേരള സഭയിലൂടെ പിണറായി കാട്ടിക്കൂട്ടുന്ന ധൂർത്തിനെതിരെയുള്ള താക്കീതായിട്ട് വേണം ഇതിനെ കാണാൻ. പിണറായി വിജയന്റെ പേരിലല്ല ലോക കേരള സഭയിലേക്ക് പ്രവാസികൾ ഒഴുകുന്നത്. രവി പിള്ളയെയും MA യൂസഫലിയെയും ആസാദ് മൂപ്പനെയും പോലെയുള്ളവരിൽ അർപ്പിച്ച വിശ്വാസമാണ് ലോക കേരള സഭയിലേക്ക് പ്രവാസികൾ എത്തുന്നതിനുള്ള ഒരേ ഒരു കാരണം. എന്നാൽ ഇവർ മൂന്ന് പേരും ഇക്കുറി മാറി നിൽക്കുന്നതിലൂടെ ലോക കേരള സഭ പിണറായി വിജയന്റെ നെഞ്ചത്ത് റീത്തായി മാറും. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന നിരവധി പേരുടെ ആവശ്യം ഉയരുന്നുണ്ട്. എന്നാൽ ഈ അഭിപ്രായങ്ങളെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു മുഖ്യമന്ത്രി. അതിനിടെയാണ് നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ പ്രവാസി വ്യവസായി MA യൂസഫലി അടക്കമുള്ളവർ ലോക കേരള സഭയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ് കുവൈത്ത് അഗ്നിബാധയിൽ ഉണ്ടായത്. മരിച്ച 49 പേരിൽ 24 പേരും മലയാളികളാണ്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. ഈ പശ്ചാത്തലത്തിൽ അവർക്ക് ആവശ്യമായ സഹായവും പിന്തുണയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് യാത്ര വേണ്ട എന്ന് വെക്കുന്നത് എന്നാണ് ലുലു ഗ്രൂപ്പ് അറിയിച്ചത്. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം ധനസഹായം നോർക്ക മുഖേന നൽകുമെന്നും കഴിഞ്ഞ ദിവസം ലുലു ഗ്രൂപ്പ് അറിയിക്കുകയുണ്ടായി. എന്നാൽ ലോക കേരള സഭ നടത്തുന്നത് കൊണ്ട് പ്രവാസികൾക്ക് എന്ത് പ്രയോജനമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്ന ചോദ്യം ശക്തമാകുമ്പോൾ MA യൂസഫലിയുടെയും രവി പിള്ളയുടെയും ആസാദ് മൂപ്പന്റെയും ഈ പിന്മാറ്റം വലിയ തിരിച്ചടിയാവും. ലക്ഷങ്ങൾ ചിലവാക്കി ലോക കേരള സഭ നടത്തുന്നതിന് പകരം ദുരന്തത്തിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്ക് ഈ തുക കൈമാറാൻ LDF സർക്കാർ തയ്യാറാകണമെന്ന് കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറയുകയുണ്ടായി. മലയാളികളടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ലോക കേരള സഭ നടത്തരുത് എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നുവെങ്കിലും ചടങ്ങ് നടത്താൻ തന്നെയായിരുന്നു പിണറായി സർക്കാരിന്റെ തീരുമാനം. നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ലോക കേരള സഭ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ടാണ് ലോക കേരള സഭ ഇക്കുറി നടക്കുന്നത്. അതേസമയം ലോക കേരള സഭയിൽ വെച്ച് കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് ABN ഗ്രൂപ്പ് ചെയർമാൻ JK മേനോൻ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ ആശ്രിതർക്ക് ABN ഗ്രൂപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി നൽകുമെന്നും JK മേനോൻ പറഞ്ഞു. നോർക്ക റൂട്ട്സ് വഴിയാണ് ധനസഹായം നൽകുക. ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ ജീവിതങ്ങളെ ഓർത്ത് ഹൃദയം വേദനിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ചോർത്ത് ഓരോ കുടുംബത്തിലും തോരാത്ത കണ്ണീർ പെയ്ത്താണ്. നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണവർ. ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും ABN ഗ്രൂപ്പ് ചെയർമാനും നോർക്ക ഡയറക്ടറുമായ JK മേനോൻ പറഞ്ഞു.